സമൂഹത്തിൽ ലഹരി ഉപയോഗവും വയലൻസും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ വേണ്ട ലഹരിയും ഹിംസയും ലഹരിക്കെതിരെ ജനകീയ കവചം ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ ഭാരവാഹികൾ അറിയിച്ചു. മാതൃക തീർത്ത സംസ്ഥാനമാണ് കേരളം. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണെങ്കിലും ആരോഗ്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഏത് മേഖലകൾ പരിശോധിച്ചാലും ഒരു കേരള മാതൃക നമുക്ക് ഈ നാടിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും ലോകത്തെമ്പാടും നമ്മുടെ രാജ്യത്തും എല്ലാം വ്യാപിച്ചിട്ടുള്ള ഈ ലഹരി മയക്കുമരുന്ന് ഉപയോഗം, അതിനെ തുടർന്നുണ്ടാകുന്ന സംഘർഷങ്ങൾ, കൊലപാതകങ്ങൾ, ഇത്തരം കാര്യങ്ങൾക്കെതിരെയെല്ലാം ഒരു കേരള മാതൃക, അതിനെതിരായിട്ടുള്ള പ്രതിരോധം തീർത്തുകൊണ്ടുള്ള ഒരു കേരള മാതൃക, അത് നമുക്ക് അവതരിപ്പിക്കാൻ വേണ്ടി സാധിക്കേണ്ടതായിട്ടുണ്ട്. സമൂഹത്തിൽ ലഹരി ഉപയോഗവും വയലൻസും വർദ്ധിച്ചു വരികയാണ്. സിന്തറ്റിക് രാസലഹരി എല്ലാ അതിർത്തികളും കടന്ന് നമ്മുടെ നാട്ടിലേക്കും എത്തിയിരിക്കുന്നു. വയലൻസ് സെലിബ്രേറ്റ് ചെയ്യേണ്ടതാണെന്ന് പൊതുബോധം യുവജനങ്ങൾക്കിടയിൽ സൃഷ്ടിക്കപ്പെടുന്നു. അതിന്റെ ഫലമായി യാതൊരു സങ്കോചവുമില്ലാതെ സ്വന്തം അമ്മയെയും സഹോദരങ്ങളെയും തലയേറുത്ത സംഭവങ്ങളും കൊലപാതകങ്ങളും ഉണ്ടാകുന്നു. ഇത്തരം സംഭവങ്ങൾക്കെതിരെയും ഇത്തരക്കാരെ സൃഷ്ടിക്കുന്ന അന്തരീക്ഷം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡിവൈഎഫ്ഐ സമരവും ക്യാമ്പയിനുകളും സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ജാഗ്രതാ പരേഡുകൾ, വീട്ടുമുറ്റ സദസ്സുകൾ, ജാഗ്രതാ സമിതി രൂപീകരണം, ബോധവൽക്കരണ ക്യാമ്പയിൻ, ഗൃഹസന്ദർശനം, ഫ്ലാഷ് മോബ്, തെരുവുനാടകം, കലാകായിക മത്സരങ്ങൾ എന്നിങ്ങനെയുള്ള വ്യത്യസ്തമായ പരിപാടികൾ മയക്കുമരുന്നിനും ലഹരിക്കും ഹിംസക്കുമെതിരായ ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. ഇതിന്റെ ഭാഗമായി എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്തി ജില്ലയിൽ 190 മേഖലകളിൽ ജാഗ്രതാ പരേഡുകൾ സംഘടിപ്പിക്കും. യൂണിറ്റ് തലത്തിൽ 2000 വീട്ടുമുറ്റ സദസ്സുകൾ സംഘടിപ്പിക്കുകയും ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുകയും ചെയ്യും. ലഹരിയുടെ ലഭ്യത എങ്ങനെ, ഉപഭോക്താക്കൾ ആര് എന്നിവ കണ്ടെത്തി പോലീസ്, എക്സൈസ് അധികാരികൾക്ക് വിവരങ്ങൾ കൈമാറുക, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരൽ എന്നീ ഉത്തരവാദിത്വത്തോടുകൂടി ഇത്തരം ജാഗ്രതാ സമിതികൾ ഉണ്ടാകും. ലഹരിയാവാം കളിയിടങ്ങളോട് എന്ന മുദ്രാവാക്യമുയർത്തി ഫുട്ബോൾ, ക്രിക്കറ്റ്, വോളിബോൾ തുടങ്ങിയ മത്സരങ്ങളും സംഘടിപ്പിക്കുമെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ ശ്യാംപ്രസാദ്, പ്രസിഡന്റ് പി ഷബീർ, ജില്ലാ കമ്മിറ്റി അംഗം എസ് ഹരികൃഷ്ണപാൽ, മലപ്പുറം ബ്ലോക്ക് പ്രസിഡന്റ് എം രജീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മലപ്പുറത്തേക്കുള്ള വരവില് താങ്കളിൽ നിന്ന് എന്താണ് ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്? മലപ്പുറം ഇവിടുത്തെ ആൾക്കാരും പണ്ടേ പൊളിയാണല്ലോ. അപ്പൊ മലപ്പുറത്തിനൊത്തൊരു മാസ് ഐറ്റം ആയിട്ടല്ലാതെ ഞാൻ ഇങ്ങോട്ട് വന്ന് കയറും തോന്നുന്നുണ്ടോ? അതെന്തായാലും ലോകം ഫ്യൂച്ചറിസ്റ്റിക് ആവുമ്പോ ഞാൻ മലപ്പുറത്തെയും ഫ്യൂച്ചറിസ്റ്റിക് ആവും. ലോകത്തെ അപ്ഡേറ്റഡ് ആയ എല്ലാം ഞാൻ മലപ്പുറത്തിന്റെ ഉള്ളം കയ്യിൽ വെച്ചു കൊടുക്കും. മാസായ മലപ്പുറം ഇനി മരണമാസം. ഇത്ര വലിയ പ്രഖ്യാപനങ്ങളൊക്കെ വേണ്ടിയിരുന്നു നേതാവേ. മലപ്പുറത്തിനൊത്ത പുതിയ വലിയ ജാംജൂം വരുമ്പോ ഈ ഉറപ്പൊക്കെ കൂളായിട്ട് കൊടുക്കാലോ. മലപ്പുറത്തിനൊത്ത ജാംജൂം വരുമ്പോൾ പ്രതീക്ഷിച്ചതിനും അപ്പുറം കിട്ടും. ജാംജൂം ഹൈപ്പർ മാർക്കറ്റ്, കിഴക്കേതല, മലപ്പുറം.